ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മുല്ലങ്കേരി പീക്ക് പോവാണ്. ചിക്ക്മംഗ്ലൂരിലെ ഒരു പീക്കാണ്. കർണാടകയിൽ തന്നെ ഏറ്റവും വലിയ പീക്കാണ്, ദ ലോങ്ങസ്റ്റ് പീക്ക് ഇൻ കർണാടക. അപ്പോൾ അത് കാണാൻ ഞാൻ പോകുന്നത് മുല്ലങ്കേരി പീക്ക്. മുല്ലങ്കേരി പീക്ക് ചിക്ക്മംഗ്ലൂർ ടൗണിൽ നിന്ന് 20 കിലോമീറ്ററാണുള്ളത്. അടുത്താണ്. ഇപ്പോൾ ഈ കാണുന്ന കോടമഞ്ഞ് നിറഞ്ഞ സ്ഥലമില്ല, അതാണ് മുല്ലങ്കേരി പീക്ക്. ഇപ്പോൾ മഴയാണുള്ളത്, നോക്കാം എത്രത്തോളം നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. അപ്പോൾ പോയി നോക്കാം. ആ മുല്ലങ്കേരി പീക്ക് എത്താൻ ഇനി 6 കിലോമീറ്ററേ ഉള്ളൂ. എന്താകുമ്പോൾ കോടമഞ്ഞ് കയറി വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് മുകളിലെത്താം. നല്ല കാറ്റുമുണ്ട്. ആ കിട്ടില്ല തന്നെ, ഇത്ര എടുത്തുനിന്ന് മല. തന്നെ റോഡ് കണ്ട കോടമഞ്ഞ് മൂടിയിരിക്കുകയാണ്. ഇനി കേവലം 3-4 കിലോമീറ്ററേ ഉള്ളൂ. 4 കിലോമീറ്റേഴ്സിന് അണ്ടറിലാണ്. ഫുൾ റോഡ് നിറച്ചും കോടമഞ്ഞ്. ഗൈസ്, ഞാനിപ്പോൾ മുല്ലങ്കേരി പീക്ക് എത്തിയിരിക്കുകയാണ്. അടിപൊളി കാഴ്ചയാണ്. കോടമഞ്ഞ് നിറഞ്ഞ് ഇരിക്കുകയാണ്. ഇതിൻ്റെ താഴെയുള്ള ഒരു ക്ഷേത്രമാണ്. ഇനി ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ നടന്നിട്ട് പോകണം. കാരണം വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല ഹൈറ്റിലാണ് ഇതുള്ളത്. അപ്പം നമുക്ക് നടന്ന് ചെന്ന് നോക്കാം. ഇന്ന് അധികം കാഴ്ചകളും വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. ഇങ്ങനെ കോടമഞ്ഞിൻ്റെ കാഴ്ചകൾ കാണാമെന്നല്ലാതെ. മുല്ലങ്കേരി പീക്ക് ചിക്ക്മംഗ്ലൂരിൽ നിന്ന് 20 കിലോമീറ്ററോളം ദൂരത്തിലുള്ളത് ഒരു കുന്നാണ്. കർണാടകത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്നാണ് ഇത് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊന്നും ഇല്ല. കേരളത്തിലേക്ക് കാട്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് കോടമഞ്ഞിൻ്റെ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ നടന്ന് മുകളിലേക്ക് ചെല്ലാം. കിട്ടില്ല തന്നെ കേട്ടോ. ഒത്തിരി പേരാണ് ഇത് കാണാൻ വന്നതറിയാം. താഴെ ചെറിയ കടികളുണ്ട്, കോൺസും മറ്റേതൊക്കെ കിട്ടും. മൂന്ന് കിലോമീറ്ററോളം നടക്കാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നല്ല കാഴ്ചകളൊക്കെയാണ്. കോടമഞ്ഞ് മൂടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ മുകളിൽ കിട്ടില്ല അതിന്. കോടമഞ്ഞ് അടിച്ച് കയറുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് കാണിച്ചു തരാം കോടമഞ്ഞ് കയറുന്നത്. അടാ കയറി വരുന്നുണ്ട്. വാ,
മൈ ഗോഡ്, എന്താ ഹൈറ്റ്. കുറച്ച് കുടമഞ്ഞ് പോയിരുന്നെങ്കിൽ നല്ല വ്യൂ ഒക്കെ കാണാമായിരുന്നു. ഇനിയും 2 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടെ നടന്നു പോയാൽ. നല്ല വൈബാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നല്ലോണം ട്രെക്ക് ചെയ്ത് പോകുന്നത് നല്ല രസമായിരിക്കും. ഇത് ചെറിയ രീതിയിലെ ട്രെക്കിങ്ങേ ഉള്ളൂ, ജസ്റ്റ് ഒരു 2.5 കിലോമീറ്റേഴ്സ്. ഇതിന് മനോഹരം നോക്കാം. നല്ല കാഴ്ചകളാണ്. വാവ്, നോക്കിയ കാടിൻ്റെ ഒരു കിടിലല്ലേ. ചിക്കമംഗളൂരു കോഫിയുടെ നാട് എന്ന് അറിയപ്പെടാം. ദ ലാൻഡ് ഓഫ് കോഫി. ലോകത്തിൽ തന്നെ 40% കോഫി ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. ഇഷ്ടംപോലെ നമുക്ക് കോഫി ഇതൊക്കെ കാണാം. ഇതൊന്നും കോഫിയല്ല, പക്ഷേ ഇത് താഴെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാം. ഇപ്പോൾ കോടമഞ്ഞ് മൂടിയിരിക്കുന്ന കാരണമാണ്. മുകളിൽ നിന്നിങ്ങനെ കാറ്റ്, കോടമഞ്ഞിങ്ങനെ കൊണ്ടുവരിക. ശക്തമായ കാറ്റാണ്. ഇങ്ങനൊരു വ്യൂ കാണാം. ഇനി 1.5 കിലോമീറ്റേഴ്സേ ഉള്ളൂ.